കഴിഞ്ഞ ദിവസം എല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു മുൻ ബിഗ് ബോസ് താരമായിരുന്ന അഖിൽ മാരാറുടെ പാലുകാച്ച്. ആ പാലുകാച്ച് ചടങ്ങിന് ശേഷം എല്ലാവരും ഏറ്റെടുത്തതും ഇദ്ദേഹത്തിൻ്റെ സന്തോഷം തന്നെയാണ്. അധികമാരെയും വിളിക്കാതെ ഒരു ചെറിയ പാലുകാച്ചായിരുന്നുവെങ്കിലും ആരെയും മറക്കാതെ തന്നെയാണ് അഖിൽ മാരാർ ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ എല്ലാവരും എത്തിയതും നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ആഡംബര വിലയേറിയ ഫ്ലാറ്റ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് റൂമിൽ തന്നെ തിളങ്ങുന്ന കല്ലിൽ പ്രതിഷ്ഠിച്ച ഒരു ഗണപതിയുണ്ട്. ഗണപതിയുടെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അഖിൽ മാരാറുടെ ഷെൽഫ് മുഴുവൻ. അഖിലിന് സമ്മാനം കിട്ടിയത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. സ്വർണത്തിൽ പൊതിഞ്ഞ നടരാജ വിഗ്രഹം, അതുകൂടാതെ നമ്മുടെ എല്ലാവരുടെയും രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന പല കാര്യങ്ങളും, അതും നല്ല വിലയേറിയ സാധനങ്ങൾ തന്നെ അവിടെയുണ്ട്. ജീവിതം ആർഭാടപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുള്ള അഖിലാണ് ഇപ്പോൾ ലക്ഷൂറിയസ് ഫ്ലാറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. കാക്കനാടിൻ്റെ ഹൃദയഭാഗത്ത് കോടികളുള്ള വിലയുള്ള ഫ്ലാറ്റാണ് ഇപ്പോൾ അഖിൽ സ്വന്തമാക്കിയത്. അതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ ഇതിനും കോടികൾ വിലയേറിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. വലിയ TV, ശരിക്കും പറഞ്ഞാൽ ഒരാളിൻ്റെ രൂപത്തിലുള്ള TV, ആ TVയോളം വലിപ്പമുള്ള വലിയ ഷെൽഫും ഒരു ഡ്രോയിങ് റൂം നിറയെ അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങളും. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറുടെ വീടിൻ്റെ വിലയറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു. 1 കോടിയുടെ ഫ്ലാറ്റ് ആണെങ്കിലും ഇൻറ്റീരിയേഴ്സ് ഉൾപ്പെടെ ചെയ്തു കിട്ടാൻ വില വളരെയധികം ഏറി. 2 കോടിയിലേറെ തന്നെ നീണ്ടു നിൽക്കുകയാണ് ഇപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ മുഴുവൻ പണി തീർത്തപ്പോഴുള്ള പൈസ. എല്ലാം കൊട്ടാരക്കര ഗണപതിയുടെ അനുഗ്രഹമെന്നാണ് അഖിൽ മാരാർ എപ്പോഴും പറയാറുള്ളത്. അഖിലിൻ്റെ വീട് തന്നെ നോക്കിയാൽ അറിയാം, ഗണപതികളുടെ കൂമ്പാരമാണ്. ഗണപതിയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവവും ഭാഗ്യദൈവവും. എനിക്ക് എല്ലാ വിഘ്നങ്ങളും മാറ്റി എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം തന്നത് ഗണപതി ഭഗവാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അഖിൽ മാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊട്ടാരക്കര ഗണപതിയോട് ഇത്രമാത്രം അഖിൽ സ്നേഹവും. കൊച്ചിയിൽ, അതും കാക്കനാട് മധ്യേ ഇത്ര ഒരു വലിയ ഫ്ലാറ്റ് സ്വന്തമാക്കണമെങ്കിൽ അതിനൊരുപാട് കൂടി ചിലവിട്ടുണ്ട്. ഏറെ കടമ്പകൾ ജീവിതത്തിൽ തരണം ചെയ്ത് ഇന്ന് കാണുന്ന അഖിലായി എത്തിയത് പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയാണ് അഖിൽ അവസാന സീസണിൽ വിജയിച്ചത്. അത്രത്തോളം പിന്തുണയായിരുന്നു അഖിലിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അഖിലിന് ഇപ്പോഴും അതുതന്നെയാണ് ലഭിക്കുന്നത്. അഖിൽ മാരാറുടെ പുതിയ സന്തോഷത്തിൽ പങ്കുചേർന്ന മുൻ ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാറും കുടുംബവും കൊച്ചി കാക്കനാട് സ്വന്തമാക്കിയിരിക്കുന്ന ഈ പുത്തൻ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ ഓരോ താരങ്ങളും പങ്കുവച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. സെറീനയാണെങ്കിൽ അഖിൽ മാരാറുടെ ഭാര്യയോടൊപ്പം ഓരോ ഇടത്തു നിന്നുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും പല ഷോകളിലും ഉദ്ഘാടന വേദികളിലും സജീവമാണ് അഖിൽ. ഇന്ന് ഉദ്ഘാടനത്തിന് തന്നെ ലക്ഷങ്ങൾ വരുമാനമായ അഖിൽ നേടുന്നുമുണ്ട്. ജീവിതം ആർഭാടപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് പല വേദികളിലും പറഞ്ഞതുകൊണ്ട് തന്നെ ലക്ഷൂറിയസ് ഫ്ലാറ്റിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും ഞെട്ടലില്ല എന്ന് പറയുന്നു. അഖിലിൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ച് ചടങ്ങിനെത്തിയപ്പോൾ അടുത്ത ചിത്രങ്ങൾ സെറീന പങ്കുവച്ചതോടെ തന്നെ ഗണപതി വിഗ്രഹങ്ങളുടെ വില ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗണപതി ഭക്തനായ അഖിൽ മാരാർ കോടികൾ മുടക്കി ഗണപതിയുടെ വിഗ്രഹം പോലും വീട്ടിലെത്തിച്ചു എന്ന് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.